സ്ട്രോബെറി ഇപ്പൊ തൈ നട്ടിട്ടുള്ളൂ? സ്ട്രോബെറി അല്ല, വിളവെടുക്കുന്നുണ്ട്, ഇപ്പൊ സീസൺ അല്ല. ഞങ്ങള് ഡിസംബറിൽ തൈ വെക്കും. ജനുവരി തൊട്ട് 4 മാസം സ്ട്രോബെറിയുടെ സീസൺ. ഇതില് ബ്രൊക്കോളി കാച്ചിട്ടുണ്ട്, പോയി കണ്ടു. അത് അതില് വെക്കും. അതില് വെക്കും. ഇതാണ് സാധനം, ബ്രൊക്കോളിയോ? ഇത് വേറെ പേരുണ്ട്? വേറെ പേരുണ്ട്? ഇല്ല. ഹായ് ചങ്ങായിമാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ യാത്ര പോകുന്നത് കേരളത്തിലൊരു അടിപൊളി സ്ഥലത്ത് കേട്ടോ, മൂന്നാറിലെ വട്ടവടയിലേക്കാണ്. മൂന്നാറിൽ നിന്ന് വട്ടവടയിലേക്ക് ഏകദേശം 40 കിലോമീറ്ററോളം ഓടാണ്ടേ. ഞങ്ങൾ ചെക്ക് പോസ്റ്റൊക്കെ കഴിഞ്ഞ് ജസ്റ്റ് ഉള്ളിലേക്ക് കടന്ന് നല്ലൊരു അടിപൊളി ഫീലാണ്. ചെക്ക് പോസ്റ്റ് കടന്ന് ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമുക്ക് കാട്ടിലൂടെയുള്ള യാത്ര മച്ചാൻ ഇതൊരു വേറെ ലെവലാന്നല്ല, അതുപോലെ വേറെ ലെവലായിട്ട് നമുക്ക് ഈ കാട്ടിലൂടെയുള്ള ഈ യാത്രയുടെ ഫീലിങ്. മൂന്നാറിൽ വന്നിട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു അടിപൊളി സ്ഥലം തന്നെയാണ് ഈ വട്ടവട എന്നുള്ളത്. വട്ടവടയിലേക്ക് പോയവർക്കറിയാം അവിടുത്തെ കാലാവസ്ഥയും അവിടുത്തെ നമുക്ക് കാണാനുള്ള സ്ഥലങ്ങളെല്ലാം. ഇപ്പോൾ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് നമ്മളെ കാട്ടിലൂടെയുള്ള യാത്രയിലാണ്. ഇപ്പോഴും വട്ടവടയിലേക്ക് എത്തിയിട്ടില്ല. ചെക്ക് പോസ്റ്റ് നമ്മോട് പ്രത്യേകം പറയുന്നുണ്ട്, വട്ടവടയിലേക്കുള്ള യാത്രയിൽ നമ്മൾ ഈ കാട്ടിനകത്ത് വണ്ടി നിർത്തുകയോ ഫോട്ടോസ് എടുക്കുകയോ ഒന്നും ചെയ്യരുത്, ജസ്റ്റ് ഒരു ആവറേജ് സ്പീഡിൽ ഇങ്ങനെ ഓടിച്ച് പോകണം എന്നവർ നമ്മളോട് പറയുന്നുണ്ട്. അയ്യോ, എത്ര മനോഹരമായ സ്ഥലങ്ങളാണ് നമുക്കിത് ഈ യാത്രയിൽ കാണാനുള്ളതെന്നറിയാം. അപ്പോൾ മൂന്നാർ വന്നിട്ട് ജസ്റ്റ് 40 കിലോമീറ്റർ ഓടണം എന്നുണ്ടെങ്കിലും വട്ടവടയിലേക്ക് പോവാതെ നിങ്ങൾ തിരിച്ചു പോകരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്താ സ്റ്റൈലല്ലേ, സൂപ്പർ സ്ഥലങ്ങളാണ് നമുക്ക് കാണാനുള്ളത് ഈ വട്ടവട യാത്രയിൽ. അപ്പോൾ ഞങ്ങൾ വട്ടവടയിലേക്ക് എത്തിയപ്പോഴേ ഞങ്ങളിവിടെ ഓഫ് റോഡ് ജീപ്പിന് പോകണം. ജീപ്പിന് എത്രയാണെന്ന് വെച്ചാൽ 7 സ്ഥലങ്ങൾ കാണിക്കും, 1800 രൂപയാണ് അവർ പറഞ്ഞത്. അപ്പോൾ അത് വേണ്ടെന്ന് വെച്ചിട്ട് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്കൊരു അടിപൊളി ഫാമും കാര്യങ്ങളൊക്കെ ഉണ്ട്, സ്ട്രോബെറി കാര്യങ്ങളൊക്കെ നടന്നു. അതിലേക്കൊന്ന് ജസ്റ്റ് പോകാമെന്ന് വിചാരിച്ചു വന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഫാമിലേക്കാണ് നടന്നു പോകുന്നത്. ഈ വട്ടവട എന്ന് പറയുന്ന സ്ഥലത്തിൽ മനോഹരമായ ഒരു സ്ഥലമാണ്. കുറച്ച് സ്ഥലമുള്ളൂ. അതുപോലെ ഇവിടെ നമുക്ക് ഈ വണ്ടിയിൽ പോയി കഴിഞ്ഞാൽ 8 സ്ഥലങ്ങൾ അവർ കാണിക്കും, 1800 രൂപ അവർ പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് വേണ്ടാന്ന് വെച്ചിട്ട് അവിടെയുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് ചുറ്റി കാണാമെന്ന് വിചാരിച്ചു. ഇതെല്ലാം ഓരോരുത്തരുടെ ഫാമുകളാണ്. പലതരം കൃഷികൾ ഇവർ ഇതിനകത്ത് ചെയ്യുന്നുണ്ട്, പല സാധനങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. ഇവരുടെ ജോലി തന്നെ ഇതാണ്. അതുപോലെ പല ടൂറിസ്റ്റുകൾ വരുമ്പോൾ അവർക്ക് ഇതെല്ലാം പരിചയപ്പെടുത്തി കൊടുക്കും, ഇതെന്തൊക്കെയാണ് സംഭവങ്ങൾ എന്നെല്ലാം. അതുപോലെ നമുക്ക് അവിടെ നിന്നും സ്ട്രോബെറിയുടെ ജാം ഇതുപോലുള്ള സാധനങ്ങളൊക്കെ അവരുണ്ടാക്കുന്നുണ്ട്, അത് വാങ്ങുകയും ചെയ്യും. അവിടെ 2 കുതിരകൾ കെട്ടി കാണാറുണ്ട്. അപ്പോൾ നമ്മൾ ഫാമിന് അകത്തേക്ക് കയറുകയാണ്.
ഇതല്ലേ വിലയുള്ള സാധനമല്ലേ? ആ വില ഒരു പീസിന് 100 രൂപയാണ്. ഒരു പീസിന്. ഇതോ? ഇത് വെളുത്തുള്ളി. ആ, ഇത് 3 മാസമാണ് വില എടുക്കണമെങ്കിൽ. ഇപ്പൊ നട്ടിട്ട് 1 മാസം ആയതേ ഉള്ളൂ. വെളുത്തുള്ളിയൊക്കെ നല്ല സ്ഥലം ഉണ്ടാവും ഇവിടെ. ആ ഉണ്ടാകും കേട്ടോ. സ്ട്രോബെറി ഇപ്പോൾ തൈ നട്ടിട്ടുള്ളൂ. സ്ട്രോബെറി അല്ല, വിളവെടുക്കുന്നുണ്ട്. ഇപ്പൊ സീസൺ അല്ല. ഞങ്ങള് ഡിസംബറിൽ തൈ വെക്കും. ജനുവരി തൊട്ട് 4 മാസം സ്ട്രോബെറിയുടെ സീസൺ. ഇതില് ബ്രൊക്കോളി കാച്ചിട്ടുണ്ട്. അത് അതിൽ ഇതാണ് സാധനം. ബ്രൊക്കോളിയോ? ഇതിന് വേറെ പേരുണ്ട്? വേറെ പേരുണ്ട്? പേരില്ല. ഇല്ല. കോളിഫ്ലവർ പോലെ ആ ആ ആ. അതെ അതെ അതെ. ഇത് പയറ്. ഇത് ബീൻസ്. ബീൻസ് അല്ലേ? ബീൻസ് മറ്റേ തോരപ്പിക്കുന്ന ബീൻസ്. ഇത് 60 ദിവസത്തെ. അപ്പൊ ഇത് നനച്ചു കൊടുക്കണ്ട? നനച്ചു കൊടുക്കണം. മഴയില്ല. മഴ പെയ്താല് വെള്ളം നനയ്ക്കണ്ട. ഇപ്പൊ വെള്ളം നിലച്ചിട്ട് മഴ പെയ്താല് മൊത്തം ചീഞ്ഞു പോകും. ഇതാ? അപ്പൊ അപ്പുറത്ത് നട്ട് ഇതല്ലേ? അത് ബീൻസ്. അതാണ് ബീൻസ്. അത് ഇതൊന്നും അത് കോലി കുറ്റി ഇല്ല. ഇത് വേറെ, അത് വേറെ. അത് കോലി കുറ്റി കൊടുക്കുന്നത് പയറായിട്ട്. ഇത് തറയിൽ തന്നെ പടർന്നു വരും. വള്ളിയായിട്ട് ഇത്രയും നീളത്തിൽ വരും. സ്ട്രോബെറി കുറച്ചൊക്കെ ഉണ്ടല്ലേ? ഇത് വെയിലാണെങ്കിൽ ഒന്നും വിളവെടുക്കാം. സീസൺ ആണെങ്കിൽ 2 സൈഡും കായ്ക്കും. ഇങ്ങനെ കായ്ച്ചു. അതെ, 2 സൈഡും നല്ല റെഡ് കളറായിട്ട് കിട്ടും. ഇത് മഴ പെയ്താൽ തന്നെ ഇങ്ങനെ പൊട്ടും, ചെറുതായിട്ട് പൊട്ടും. പക്ഷെ നല്ല മധുരം ഉണ്ടാകും. മഴയില്ലാത്ത 10 ദിവസമായിട്ട് മഴ പെയ്തിട്ട്. 10 ദിവസം ഇവിടെ മഴ പെയ്തിട്ട്. നമ്മുടെ നാട്ടിലാട്ടി മഴ കുറവാണല്ലോ. അതെ അതെ. ഇത് ഈ തണുപ്പുള്ള സമയത്താണെങ്കിൽ നല്ല മധുരം കിട്ടും, നല്ല കളറും കിട്ടും. ഇത് മൊത്തം കാണിക്കുന്നതാണ്. ഇത് മഴ പെയ്താൽ നന്നായിട്ട് എന്നും പഴുക്കും. വിളവെടുക്കാം. സൂര്യകാന്തി ഒന്നേ ഉള്ളൂ. സൂര്യകാന്തി മൊത്തത്തില് കൃഷി ചെയ്തതാ. ഇത് കൃഷി ചെയ്താല് നമ്മൾ ഏത് കൃഷി ഇടുന്നുണ്ടോ അത് മൊത്തം കറുത്തു പോകും. ഈ വെള്ള ഒരു പൂച്ച ഉണ്ടാകും ഈ സൺഫ്ലവറിൽ. അത് മൊത്തം ഈ സ്ട്രോബെറി ആണെങ്കിലും വെളുത്തുള്ളി ആണെങ്കിലും കഴിക്കും. കഴിച്ചിട്ട് കുറച്ച് ചെറുതായി പോകും. അതുകൊണ്ട് വിളവെടുത്തിട്ട് ഇപ്പൊ 2ാമതായിട്ട് കൃഷി ചെയ്തിട്ടുണ്ട്. ഇനി ഇത് വിളവെടുത്ത് കഴിഞ്ഞിട്ട് സ്ട്രോബെറി തൈ മൊത്തം വെക്കും. ചീര, തക്കാളി ചീര. ഇത് പ്രഷറിന് നല്ല സാധനമാണ്. ഷുഗറിന് നല്ല സാധനം. അതെ. എങ്ങനെ തോരൻ വെച്ചിട്ടോ? കുട്ടിച്ചീര എന്ന് പറയില്ലേ? തക്കാളി ചീരയാ. ഇതിൽ തക്കാളി ഉണ്ടാകും. കറുത്ത കളർ വരും. അത് നമ്മൾ വേവിച്ചിട്ട് വെള്ളം മാറ്റിട്ട് കറി വെക്കാം. കഴിഞ്ഞ ഫാമിലുണ്ടായിരുന്ന ചേച്ചിയാണ് നമുക്ക് കാര്യങ്ങളെല്ലാം വ്യക്തമായി പറഞ്ഞു തന്നത്. ഇത് മറ്റൊരു ഫാമിലേക്ക്. ഇവിടെ കാര്യമായിട്ട് പൂക്കളൊക്കെയാണ് കാണുന്നത്. സൂര്യകാന്തി പൂവുണ്ട്, അതുപോലെ സ്ട്രോബെറി ഉണ്ട്, എല്ലാ ഐറ്റംസും ഉണ്ട്. മറ്റേ തൊട്ടടുത്തുള്ള ഫാമിലേക്ക് ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതും കൂടി ഒന്ന് കണ്ട് പോരാന്ന് വിചാരിച്ച് അതിലേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ടൊക്കെ നിങ്ങൾ കാണുന്നെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ആ, ഇത് കാര്യമായിട്ട് എന്തിനാണ്? അല്ല, ഇതെന്താ ഉപയോഗിക്കണേ? അതെ, അത്രേ ഉള്ളൂ അല്ലേ? ഇതിൻ്റെ കാര്യം ഉപയോഗമൊന്നുമില്ലല്ലോ ഇത് സൂര്യകാന്തിനെ പോലെ. നമ്മളെ നാട്ടിൽ